അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നും എന്നെ തന്നെ ഇന്നലെ ഓപ്പൺ ചെയ്ത് ഇന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇന്ന് പോയിരിക്കുമ്പോൾ ഇന്നും ഇന്നലത്തെ പോലെ തന്നെ ഇന്നും പോകുന്നുണ്ട് സുഹൃത്തുക്കളെ. ഫസ്റ്റ് തന്നെ ഇവിടെ തുണി പോയിട്ട് എൻ്റെ ഷർട്ട് ഫാനിൽ അത്രയും ഇത് വെള്ളമായി. കാരണം വെച്ചാൽ ചായ ചൂടായപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തട്ടി എൻ്റെ ഫാനിലത്രയും. അങ്ങനെ ഈ ഫാനിൻ്റെ സൈഡിലായിട്ട് ഈ ഫാനിൻ്റെ സൈഡിൽ കുറച്ച് വീണു. എൻ്റെ കാക്ക കൊത്തി കൊണ്ടുപോകണം. തേങ്ങ കൊത്തിക്കൊണ്ട് ഇവിടെയൊക്കെ തൂക്കണമായിരുന്നു കേട്ടോ. കിടക്കണേ നിങ്ങൾ വിചാരിക്കും നല്ല സാധിച്ചു വെച്ച് കഴിവാതെല്ലാം ചെയ്തെന്ന് വിചാരിക്കും. അങ്ങനെയാണ് തോന്നുന്നത്. എൻ്റെ ഇങ്ങനെ കിടക്കണം വെള്ളം. ആ ചൂട് കട്ടൻ ചായ എൻ്റെ മണ്ടയൊക്കെ തോന്നുന്നു. ഇത്രയും ചൂട് ചൂട് എന്തായാലും ഞാൻ ശ്രദ്ധിക്കാതെ കുടിക്കാൻ പോയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചറവി മണ്ടയ്ക്കുക. ഇത് വേറെ ഒന്നും ഉണ്ടായിരുന്നു, അത് എടുത്ത് കുടിച്ച് നിൽക്കുകയാണ്. അഴുക്ക തുണികളൊക്കെ ഇട്ടങ്ങി കളയും കേട്ടോ. ഇവിടെ പിന്നെ ഇവിടെ ആൾക്കാരുണ്ട്, ഞാൻ പറയുന്നില്ല. ഇവിടെ ആൾക്കാരുണ്ട്. അത് ഇത് ആരെയും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേര് അല്ലെങ്കിൽ അവരെ ആരെയും പേര് പറയും. അതാണൊരു വിഷയം. അതിൻ്റെ കാര്യം ഒന്നും ആയില്ല, ഒന്നും ആയില്ല കേട്ടോ. അതിൽ കെട്ടുകൊണ്ട് നമ്മളമ്മമാരെ അവിടെ കെട്ടുമെന്ന് പറഞ്ഞു, അതിൻ്റെ കാര്യമൊന്നും ആയില്ല. ഈ വീട് പോയി കിടക്കണേ നന്നാക്കിയിരുന്നെങ്കിൽ ഇവിടെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞില്ലേ സൂപ്പറായിരുന്നു. ആരെങ്കിലൊക്കെ ഉണ്ട് ഇവിടെ, അടുത്ത ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അടുത്തെങ്കിലും സംസാരിച്ചൊക്കെ വരാൻ വിചാരിക്കും. ആരുമില്ല കേട്ടോ ഇവിടെ, വീട് വാങ്ങിക്കാൻ ആരുമില്ല കേട്ടോ. മൊത്തം കരിഞ്ഞുണ്ട്. മൊത്തം ഇന്ന് തൂക്കണമായിരുന്നു. മുളകിൻ്റെ തൈ എന്തൊരു ഇളക്കിയ കരിഞ്ഞു വന്നാണ്. എനിക്ക് കാണുന്നില്ല. ചാക്ക് ഇതുകൊണ്ടാണ്. ഇനി വൈകുന്നേരം ഒന്ന് തൂക്കണം നോക്കാം. കാക്കകള് എൻ്റെ മണ്ടേ കൂടെ എന്താമ്മ കുളിച്ചൊന്നും ആയില്ല. എവിടെ പറയേ നിക്കണ്. അവിടെയും കരിഞ്ഞിരിക്കുന്ന കേട്ടോ. എൻ്റെ നമ്മളെ പുറത്തുകളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴേ അവിടെയും കരിഞ്ഞിരിക്കുന്ന കേട്ടോ. മൊത്തം കരിഞ്ഞിരിക്കുകയാണ്. ചെടിയാണ് ഇവരില്ലേ എൻ്റെ ഈ ചെടി. നിങ്ങൾക്കറിയാൻ കമൻറ്റ് ചെയ്താൽ മതി. കുറേ ചെടികളുണ്ട്. അതും ഇത് എന്തിനാണെന്ന് അറിയത്തില്ല. എൻ്റെ ഇത് കമൻറ്റ് ചെയ്യുന്നു നിങ്ങൾ എന്തിനാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുന്നത്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവരോട് ചോദിച്ച് അറിയാമെങ്കിൽ അവർക്ക് ഈ ചാനലിൻ്റെ പേര് കൊടുത്ത് അവരുടെ അടുത്ത് ഇത് കമൻറ്റ് ചെയ്യാൻ പറയൂ. കമൻറ്റ് ചെയ്യാൻ പറയണേ കേസ്.
ഇന്നലെ നമ്മൾ അന്ന് വാഴയൊക്കെ തിന്നു മൊത്തം. എൻ്റെ ഈ ഷീറ്റ് കൊണ്ട് മറച്ച് ചൂട്, ഭയങ്കര ചൂടായിരുന്നു കേട്ടോ മൊത്തം. ഈ ഷീറ്റ് കൊണ്ടാണ് ഈ അവിടെ മൊത്തം. ആ വീഡിയോ കണ്ടില്ലേ മറ്റേ ഒരു ഗർബേജ് ഫെയർ എന്നും പറഞ്ഞ വീഡിയോ, ചവറ എത്തിക്കുന്ന വീഡിയോ ഇല്ലേ? എന്തേരി ഞാൻ അന്ന് ആ വീഡിയോ ഇട്ടില്ല. അന്ന് ചേച്ചിയും കൂടെ എൻ്റെ ചേച്ചിയാണ് ഇവിടെ കത്തിച്ച് മൊത്തം. അന്ന് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു കേട്ടോ. വീഡിയോ ചേച്ചിക്ക് എങ്ങനെ വീഡിയോ എടുക്കാൻ കത്തിച്ച് അങ്ങനെ ഇഷ്ടം കാര്യമാണ്. എൻ്റെ ഇവിടെ ഭയങ്കര ഇതാണ്ട് ഇല ഇങ്ങനെ തൂങ്ങി കിടക്കണം. കാക്കകൾ എന്തിനാൻ തരും ഇവിടെ കണ്ണ് കറങ്ങണത്? മടുത്ത് ഒന്നും ജയിക്കില്ല. നോക്കുമ്പോഴാണ് കാക്കകളും നാശം. എൻ്റെ ഒറ്റ താണ്ട് ഇവിടെ കയറി കിടക്കണം. എനിക്ക് പോകണം കേട്ടോ. സമയം ഇപ്പം എത്രയാണ്? 9 മണി നോക്കണം. നമുക്ക് തുണി തണ്ട് ഇവിടെ നിറഞ്ഞ് തണ്ട് ഇവിടെ തുണി വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വെയിൽ കേട്ടോ. ഭയങ്കര വെയിലടിക്കുന്നുണ്ട് മരത്തിൻ്റെ സൈഡിലേക്ക്. നമുക്ക് പിന്നെ എടുക്കാം, കുറച്ച് കാര്യങ്ങളുണ്ട്. എരിവിടെ മാത്രം എന്തിട്ടത്? എന്തൊരു മുളക്? കാന്താരി മുളക്? സാധാ മുളക് ഇട്ടത്? പൊടി പൊടി ഇട്ടത്? ഗോതമ്പ് ദോശ. സർവത്ത് പിടിച്ചാല് വല്ലതും കഴിച്ചാലോ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ അത് തന്നെ. ആരുടെ പോയ നല്ല സർവത്ത് കിട്ടും അല്ലേ? നമ്മളിവിടെ കുട്ടിച്ചുണ്ടല്ലോ. അത് തന്നെ. അതും കൊള്ള. അതാണ് ടേസ്റ്റ്. അത് തന്നെ. രാവിലെ കുറച്ച് പാല് വെച്ചിട്ട് ചായ ഇട്ട് കവർ പോലെ ചോദിച്ച് വാങ്ങിക്കാറില്ല. ചിലപ്പോൾ കിട്ടുന്നത് നല്ല വൃത്തിയത്വം. നല്ല തിളപ്പിച്ച് കുറേ നേരം തിളപ്പിച്ച് വെച്ചിരുന്നത് നല്ല പയ്യ നീ എല്ലാം എടുത്തോണ്ടിരിക്കുകയാണ്. നീ ഓഫ് ചെയ്യും മതിയായി. കഴിഞ്ഞോളാം വിളിക്കാൻ പതിനൊന്നരാണ് ഇറങ്ങിയല്ലേ? അല്ല 12 മണിയാകുമ്പോഴേ. അമ്മ ഇനിയിപ്പോ എന്ത് ചെയ്യുമ്പോൾ കൊഞ്ച് കഴിവാൻ പോണ?
ചേട്ടൻ മറ്റേ കണ്ണൻ കഴിയല്ലേ ഇല്ലേ? കണ്ണൻ കഴിയല്ലേ ചാമ? അവിടെ എന്തൊരു ചെയ്യണെന്തോ കേക്കന്നെ തീനാ. അവിടെ പങ്കെടുക്കും മഞ്ഞ് മഞ്ഞൊരു മാവും കിട്ടല്ലേ വിളിച്ചിട്ട്. വിളിച്ചോട്ടെ നമുക്ക് അയ്യോ കാവടി എന്നെ ഗായ്സ്. ഡാം പോലെ തുറന്നു വിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതൊന്നും തുറന്നിട്ട് കേട്ടോ, തുറന്നു വിട്ട് ഇനിയിപ്പോൾ എന്തോ ഒരു ആശിക്കും അഴുവിയതിനെയൊക്കെ മാത്രമേ അഴുവിട്ട് കിട്ടുന്നതിനൊക്കെ നല്ലതും അഴുകിയത് അഴുകാത്തതില്ല മേടിച്ചിട്ട്. മൊത്തം സൂപ്പറായിട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ചെയ്തതാണ്. അപ്പം അമ്മ പോണതിന് മുന്നേ ആയിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ചെയ്തതാണ്. തന്നെ കഴിഞ്ഞ ഞായറാഴ്ച ചെയ്തതാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ ശേഷമുള്ള ഞായറാഴ്ച ആ ഞായറാഴ്ച ചെയ്ത ഫസ്റ്റ് ചെയ്തപ്പോഴുള്ള വീഡിയോ കണ്ട അന്ന് നമ്മൾ നമ്മൾ വെട്ടി അല്ല ഡിസ്പ്ലേ നന്നാക്കിയിട്ട് ഒരു ഞായറാഴ്ച കഴിയുമ്പോൾ തന്നെ അടുത്ത ഞായറാഴ്ച ആയിരുന്നു. അപ്പോഴ് അല്ല ഡിസ്പ്ലേ നന്നാക്കിയ സമയത്തായിരിക്കും. അപ്പോഴ് ഡിസ്പ്ലേ നന്നാക്കുന്ന സമയത്തായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ബ്ലോഗ് തുടങ്ങിയത് തന്നെ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഡിസ്പ്ലേ പോയതിന് ശേഷം നമ്മൾ കുറച്ച് നാൾ എടുക്കാതിരുന്നില്ലേ ഞായറാഴ്ച. ആ സമയത്ത് ആ ഞായറാഴ്ച നമ്മൾ വെട്ടിയത്. ആ വീഡിയോ എടുത്തില്ല, ഫ്ലോപ്പായില്ല പോയി. അപ്പം ഇനി ഇതേപോലെയൊക്കെ വരുമ്പോൾ നമുക്ക് എടുക്കാം. വെയിറ്റ് ആൻഡ് സീ ഗൈസ്. അപ്പം നമുക്ക് പിന്നെ എടുക്കാം. അമ്മ വരുന്ന സംസാരിക്കുന്നത് നമുക്ക് പല്ലത്തിലെ സൂപ്പറായിട്ട് ശ്രദ്ധിക്കണം.
അപ്പോ എല്ലടാ നോക്കണ വെച്ച് പിന്നെ വഴിയിലോട്ടൊക്കെ നോക്കണം തന്നെ വഴി അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞാന്ന് വഴി നോക്കണം നോക്കണം എല്ലാ വഴിയെല്ലാം നോക്കാം ഓ ഓ ഓ ശരി ശരി അയ്യോ വീഡിയോ കോളിൽ കൂടെ വിളിക്കാൻ സംസാരിക്കാൻ അവളെ ഇവിടെ വിചാരിക്കണ എന്താണെന്ന് അറിയാമോ? വെളിയിൽ നിന്ന് ആരും വിളിക്കുന്ന വിചാരിക്കണം. അമ്മ വിളിച്ചില്ല ഇതേപോലെ. അയ്യോ ഓ എന്റെ സുന്ദരി കാണാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടാണെങ്കിൽ അങ്ങോട്ട് നോക്കൊക്കെ അവിടെ നോക്കി ഇവിടെ നോക്കൊക്കെ ഒക്കെയാണ്. അയ്യോ എന്റെ തങ്ക കൂടെ ദോശ എന്തൊരു കറി വെള്ളം നടത്തിട്ട് വെള്ളം നടത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് പറ്റും അഴുക്ക തെങ്ങ് കേട്ടോ അഴുക്ക എടുത്ത് കളയണം. ഇതിന്റെ ശബ്ദം കേട്ടില്ല അല്ല സംസാരിച്ചപ്പോഴും ശബ്ദം പതുക്കെ പതുക്കെ പറയുമ്പോൾ കാപ്പി ചെടുത്ത് പോയി. ഇത് ആ പാൻ ചൂടാണ്. ഞാൻ ബാത്റൂം ഫ്രഷ് ആയിട്ട് വരാം. നമ്മുടെ ഇവിടെ തുണിയൊക്കെ കഴുകിയിട്ടുന്നുണ്ട്. ജട്ടം തുറന്ന് വിട്ട് എൻ്റെ ഇവിടെ തുണീൻ്റെ അടുത്ത് കണ്ട ഇവിടെ മൊത്തം ഒന്ന് വിരിച്ചിട്ട് അമ്മ എന്നെ വിളിച്ച് ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പം ബിസ്ക്കറ്റിന് കൊതി കഴിച്ചുകൊണ്ട് നമ്മുടെ എടുത്ത് അവിടെ ഇറങ്ങി നിന്ന് അങ്ങനെ അതിനും കൊടുത്ത് ഞാനും കഴിച്ചു. ഒരെണ്ണം കൊടുത്ത് ഇതൊരു കൊടുത്ത് അത് മൊത്തം ഒന്ന് സെറ്റ് ചെയ്ത് കഴുകി എടുത്തിട്ട് അപ്പം നമ്മൾ ഇറങ്ങാൻ പോകുന്ന ഇപ്പോൾ ഇറങ്ങുന്നില്ല. ഒരു 12 മണി ആകുമ്പോഴേ 12 മണി ഇറങ്ങുള്ളൂ. സമയമെടുക്കും കേട്ടോ. ഇപ്പം മാമ വിളിക്കണേ കേട്ടോ. വിളിച്ചു അപ്പോൾ അങ്ങോട്ട് പോയി സംസാരിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ പിന്നെ എടുക്കണം ഭയങ്കര വീട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കാണിച്ച് കാണാമെങ്കിൽ കമൻറ്റ് കണ്ട എൻ്റെ ക്വസ്റ്റ്യനുണ്ട്. എൻ്റെ കോസ്റ്റ്യൂം ഒയ്യോ എല്ലാവരും ശ്രദ്ധിച്ചു കാണുന്നുണ്ട്. ആർമിയുടെ എടുക്കും വെള്ളക്ക് വരെ പച്ച വരില്ല. അത് എന്താ
ഒരു ദിവസം അങ്ങനെ ഇറങ്ങി അമ്മ ഇറങ്ങി തുണിയൊക്കെ മാറി കെട്ടി എല്ലാം ചെയ്തിച്ചു. ഇറങ്ങണ്ടേ? ഇറങ്ങാം. നമുക്ക് വേറെ വഴി തിരിയാം. നമ്മൾ വേറെ വഴി ട്രൈ ചെയ്താൽ നോക്കിയാണ് സുഹൃത്തുക്കളെ. ദിവസം അങ്ങനെ ഇറങ്ങിയത് കേട്ടോ. ഇപ്പം എനിക്ക് വേണ്ട, ഞാൻ തിന്നിട്ടുണ്ട. ഓ ഞാൻ പോണല്ലേ ഉള്ളു, പൈസ ഇടാൻ ഞാൻ പോണ. പൈസ ഇടാൻ നടക്കണ്. ഇഷ്ടമുള്ളവര് പൈസ ഇടും. ഇഷ്ടം അത് അവരവരെ ഇഷ്ടമാണ് പൈസ ഇടുന്നുള്ളത്. നടയിലിടാ ഈ ഇത് അകത്തൊക്കെ ഇടാമോ? ഒരിടത്ത ഞാൻ ഇടുന്നുള്ളൂ. നടയില് മാത്രമേ ഇടുന്നുള്ളൂ. ആരെയും എടുത്തോണ്ട് വേണമെങ്കിൽ നമ്മളെ പേര് അറിയാം. പൈസ എടുത്തോണ്ട് പോയി മറ്റേത് ആരെങ്കിലും എടുത്തോണ്ട് പോവും. പൈസ എടുക്കാൻ ചാൻസുണ്ട്. ആരെയും തട്ടി പിടിച്ചോണ്ട് ഓടുമെന്ന് ഇവിടെ സൂക്ഷിക്കാം. ഇപ്പോഴത്തെ ആൾക്കാരങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. പൈസ മോഷണമോ ഇല്ല. ചെരുപ്പ് വരെ മോഷിട്ടുണ്ടോ? അങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. നിങ്ങൾ എവിടെയും പോകുമ്പം ചെരുപ്പെല്ലാം സൂക്ഷിച്ച് വയ്ക്കുക. പൈസ ആയിരുന്നാലും എന്തൊരു കയ്യിൽ എന്തരാണ് വളയാ അമ്മല, പ്രത്യേകിച്ച് പെണ്ണുങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ സൂക്ഷിക്കുക. മാലയൊക്കെ പൊട്ടിച്ചോണ്ട് പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും സൂക്ഷിച്ച് നടക്കുക. അപ്പം ഇറങ്ങട്ടെ. പിന്നെ നമ്മൾ ഈ സമയത്ത് തന്നെ ഇറങ്ങിയത്. ഇറങ്ങാനായിട്ടോ ഇറങ്ങി. അതുവരെ ഇങ്ങനെ വ്ളോഗ് എടുത്തോണ്ട് നടക്കാം. നമ്മൾ വ്ളോഗ് ചെയ്യുന്നുണ്ടല്ലോ, അത് മതി. വ്ളോഗ് എടുക്കുന്നുണ്ടല്ലോ ദിവസം തോറും. ആ കോലി ഞാൻ അന്ന് വെച്ചിരുന്ന പോലെ വെച്ചിരിക്കുന്നു ഈ പോക്കറ്റില്. നീ കുനിയുമ്പോ താഴെ വീഴൂലേ? ഞാൻ എവിടെ കുനിയാൻ പോണ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്റെ കൊല്ലിക്ക് എപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ കൊള്ളാം കേട്ടോ. അടിപൊളിയായിട്ട്. ഇന്നലെ ഏത് സാരി എടുത്തേ? പച്ച കളറ്. ഇതിന്റെ പച്ച ആയിരിക്കും അല്ലേ? ഇത് റോസായിട്ടോ. ഇത് റോസും മറ്റേത് പച്ചയും. 2 ദിവസത്തെ മെസ്സേജ് ഇട്ടെന്ന് പറഞ്ഞു. ഇനി നോക്കണം. ഏതില്? ഇതിലാ? ഞാൻ നോക്കട്ടെ. നോക്കാം, അതിൽ കാണും. പിന്നീട് വരുമ്പോ നോക്കാം. നോക്കാണ്ടിരിക്കാൻ സമയമില്ല. അത് കുറെ നടക്കാനുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് ആ പള്ളി നട അവിടെ കൂടെ അങ്ങ് പോവാം. അതാണ് എളുപ്പമെന്ന് തോന്നുന്നു. കുറച്ച് നടക്കണോ എന്തോ. ആ മാമിയുടെ വീട്ടിലോട്ട് പോകണ വഴിക്ക് പോയിട്ട് അത് ഭയങ്കര ദൂരം. എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ താക്കോൽ വെച്ച് എൻ്റെ കൂടെ വെച്ച് ഇതിൻ്റെ ഇല്ല പാൻറ്റിലിട്ട ആരെങ്കിലും എടുത്തോണ്ട് പോണെങ്കില അതുകൊണ്ട് ഈ വഴി അങ്ങ് പോവാം.
ഈ വഴി ഇതുണ്ട്, ആ കാണുന്ന വഴി കൂടെ താഴെ ഇറങ്ങി. അല്ല, ഈ വഴി അങ്ങ് പോയി നോക്കാം നമുക്ക്. ഈ വഴി കണ്ട, ആ കാണുന്ന വഴി ഇങ്ങനെ പോയിട്ട് കണ്ട, ആ കാണുന്ന വഴി താഴോട്ട് ഇറങ്ങണം. എൻ്റെ ഓ, അങ്ങോട്ട് പോവാ. അങ്ങനെ പോയി നോക്കാം നമുക്ക്. ഓ, അങ്ങനെ പോയി നോക്കാം. ആമി വരുമെന്ന് അല്ലേ? വരുമെങ്കിൽ പോവാം. ആ വഴി ഒന്ന് ഈ വഴിയാണ് നമ്മൾ പോകുന്നത്. പിന്നെ പഴയമോട് പോണ വഴിക്ക്. അതാണ് മാമി ഈ വഴി. ഇതാണ് പള്ളിയിലോട്ട് പോണ വഴി. ഇവിടുന്ന് വലത്തോട്ട് പോണതാണ് പള്ളിയിൽ പോണത്. നേരെ പോയാൽ നമുക്ക് അവിടെ ചെന്ന് കയറാം. വഴിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് റൈറ്റ്. ഓ, അങ്ങോട്ട് പോകണം കേട്ടോ. കുറച്ച് അങ്ങോട്ട് പോകണം മുമ്പ്. ആ മാമി പറഞ്ഞിട്ടുള്ളത് റൈറ്റിലോട്ട്. ഈ വഴി തന്നെ നല്ലത്, കറക്റ്റ്. ഈ വഴി താഴോട്ട് പോയി നേരെ കുറെ അങ്ങ് പോണം. ഓ, റൈറ്റ് വലതുവശം. ഓ ഓ വലതുവശം ലക്ഷ്യമാക്കി പോയാതിന്ന് പറഞ്ഞു. ഇതൊരു നേരെ താഴോട്ട് ഇറങ്ങി അങ്ങ് പോണം. അതാണ് ഏട്ടന്മാരുടെ വീട്. വീടൊക്കെ ഉണ്ട് അടുത്തടുത്തായിട്ട്. രണ്ട് നില വീടെന്നല്ലേ പറഞ്ഞു. ഒരു ചേട്ടൻ്റെ വീട് ഓർഡർ ചെയ്ത ചേട്ടൻ്റെ വീട്. അബി എന്ന് പറയണ ആ ചേട്ടൻ്റെ വീട് ഇതാണ്. വഴിയൊക്കെ ഞാൻ കണ്ടുപിടിക്കാം. വഴി ഇതാണ് കേട്ടോ. അവിടെ എൻ്റെ ഇഷ്ടമുണ്ട് കേട്ടോ. ആ വഴി തന്നെ കേട്ടോ. അത് തന്നെ. അതുകൊണ്ട് അവിടെ ഒരു വാഴത്തോട്ടം കാണുന്നു, അവിടെ ഒരു വീട് കാണുന്നു. നമ്മളെ വന്ന വഴി കാണുന്നു. ആ അത് തന്നെ എന്താ ആ കാണുന്ന വീട്. അത് തന്നെ ഏതാണ്ട് ആ വഴി കാണുന്നത്. എന്താ താഴെ ഒരു വഴി കാണുന്ന ക്ഷേത്രത്തിൽ പോണ. ഇതെത്തിയ മതിയായിരുന്നു കേട്ടോ. എന്തോ ഒരു സ്ഥാപനം, PVSന്റെ സ്ഥാപനം. വായിക്കോ വഴിയെല്ലാം. വേണ്ട വേറെ വഴി. താഴോട്ട് അങ്ങ് പോണം. ഞാൻ ഫസ്റ്റ് വഴി പറഞ്ഞത്. ഇതുണ്ട് ആ റോഡ്. ഈ വീട് മുറ്റത്തോട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ അങ്ങ് പോയാലോ? ഇവിടെ മാമി വഴി ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ആ പോ. പിന്നെ ഏട്ടാ വഴി. ഗിര തേരി കേട്ടാ. അങ്ങനെ ഈ വഴി എത്തിയില്ല. അവിടെ പട്ടികളുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ. ആ ഇങ്ങനെ എത്തി കേട്ടോ. ഒരു വീടിൻ്റെ ഭാഗത്തെത്തി വന്ന് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിലായിരിക്കൂലേ? ഇത് തന്നെ
എവിടെ? ആ എന്തൊരു ചൂട്. കേക്ക് തന്നെ. അല്ല മാമി എവിടെ ഇരിക്കണേ? ആഹാ അല്ല ചോദിച്ചത് മാമി കഴിക്കാൻ പറഞ്ഞാന്ന് ചോദിച്ചു. ആ ശരി. മാമി കുത്തിച്ചത് ഞാൻ പറഞ്ഞില്ല, കുത്തിച്ചത് പറഞ്ഞില്ലെന്ന് ഞാൻ അന്നദാനം കഴിക്കാൻ പറഞ്ഞു ചോദിച്ചു മാമി. ആകട്ടെ ഈ വഴി കൂടെ കയറി വന്ന് ഇല്ലേ കൂടെ പട്ടി ശരി
അവരങ്ങനെ എന്നെ അവിടെ കൊണ്ടുവന്ന് പട്ടിയുടെ ഞാൻ വിചാരിച്ചു ഇപ്പൊ പട്ടി അവിടെ കാണുന്നു. ഇതാണ് നേരെയുള്ള വഴി. ഇതാണ് പട്ടികളെ വീടാന്ന് വിചാരിച്ചു. ആ വീടാണ് നമ്മൾ കണ്ടത്. ആ വീട് കണ്ടപ്പോഴാണ് നീ മനസ്സിലായത് ഈ വഴിയാണെന്ന്. ഇന്ത്യക്കാരൻ നല്ല വീടല്ലേ ആരെന്നറ നീ അറിയത്തില്ല. പറ ആരെന്താ പറ, അമ്മയ്ക്ക് അറിയാം. ആരായിരിക്കും അച്ഛനെ അറിയാന്നുള്ള ആരമാണ്? ഇവിടെ വെച്ച് എവിടെയാണ്? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടല്ലേ? ഇന്നത്തെ നല്ല സെറ്റായിരുന്നു. അടിപൊളിയായിരുന്നു. ഭയങ്കര വെയിൽ കണ്ട മരിച്ചിനി വിളയിൽ. ഈ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടി പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ബൈ.